കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിന് ശേഷം മടങ്ങുന്ന പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. DVR ഉപേക്ഷിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയത്. DVR ഇന്നലെ പോലീസ് കണ്ടെടുത്തിരുന്നു. ഗോകുൽ രമേശ് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ഗോകുൽ, ദൃശ്യങ്ങളിൽ നിന്ന് പ്രതി നടന്നു പോകുന്നത് വ്യക്തമാകുന്നുണ്ട്. ഈ DVR ഉപേക്ഷിക്കാൻ പോകുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുക്കൽ ഒക്കെ പൂർത്തിയായി കഴിഞ്ഞോ? പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അതായത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി ആ വീട്ടിൽ നിന്നും ശ്രീവത്സം വീട്ടിൽ നിന്നും ആ വീടിന് സമീപത്തുള്ള പാതയിലൂടെ അയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ആ വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക്, അതായത് DVR കൂടി കയ്യിലുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ശ്രീവത്സം വീടിന് ഒരു 1/2 കിലോമീറ്റർ പിറകുവശത്തായിട്ടുള്ള ഒരു തോട്ടിലേക്കാണ് ഇയാൾ ഇത് പിന്നീട് നിക്ഷേപിക്കുകയുണ്ടായത്. തുടർന്ന് ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ ഈ DVR കണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി മാറാവുന്ന ഒരു ഘടകം തന്നെയാണ് ഈ DVR എന്ന് പറയുന്നത്. ഈ കൊലപാതകി ആ വീടിനുള്ളിൽ കടക്കുന്നത് ഉൾപ്പെടെ അതിനുശേഷം കൊലപാതകം നടത്തുന്നത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു CCTV ഹാർഡ് ഡിസ്ക് തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ ആ വസ്തുവാണ് ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പോലീസിന് ഇനി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇന്നലെ തോട്ടിനുള്ളിൽ നിന്നാണ്, അതായത് വെള്ളത്തിനടിയിൽ നിന്നാണ് ഈ DVR കണ്ടെടുക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടു കൂടി മാത്രമേ അതിലെ ദൃശ്യങ്ങൾ അത് വീണ്ടും പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി കോടതിയുടെ പ്രത്യേക അനുമതി ആവശ്യമുണ്ട്. ഇന്ന് അല്പസമയം മുമ്പ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി നമ്മളോട് വ്യക്തമാക്കിയതനുസരിച്ച് ഈ DVR അടക്കം ഉള്ള തെളിവുകൾ കോടതിക്ക് മുൻപിൽ എത്രയും വേഗം തന്നെ ഹാജരാക്കും. അതിനുശേഷം കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. സാങ്കേതിക വിദഗ്ധരെ അത് ഏൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ആ DVR കൊണ്ടുപോകുന്ന അമിത് റാങ്കിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് തന്നെ ലഭിച്ചിരിക്കുന്നത്. പോലീസിന് നിലവിൽ ഈ വിഷ്വൽസ് അല്ലെങ്കിൽ ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് SP വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ DVRനോടൊപ്പം തന്നെ ഒരു ഫോണും പ്രതി ഈ വീട്ടിൽ നിന്ന് കൈക്കലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഫോണും ഇന്നലെ കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് അവിടെ നിന്നും, അതായത് ഈ DVR കണ്ടെത്തിയ തോടിന് സമീപത്ത് നിന്നും വീണ്ടും ഒരു 1/2 കിലോമീറ്റർ കൂടി മാറി അറുത്തൂട്ടി എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പാലത്തിനടിയിൽ നിന്നാണ് ആ ഫോണും കണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. ആ ഫോൺ വിജയകുമാറിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യ മീരയുടേതോ ആകാമെന്നാണ് നിലവിൽ പോലീസ് വിലയിരുത്തുന്നത്. അതിലെ വിവരങ്ങൾ കൂടി പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടി ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ എത്രയും വേഗം തന്നെ മാറ്റും എന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസ് അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പ്രതിയുമായിട്ട് തെളിവെടുപ്പുണ്ട്. പ്രതി താമസിച്ച കോട്ടയത്തെ ലോഡ്ജിലും അതോടൊപ്പം തന്നെ ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങാൻ എത്തിയിട്ടുള്ള കടയിലും ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ജനാലയുടെ കുറ്റി പൊളിക്കുകയുണ്ടായത്. ആ സാധനം വാങ്ങാൻ എത്തിയ കടയിലും ഇന്നെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ നടപടികളും അടക്കം പുനഃസ്ഥാപിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുമ്പ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.